2025 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് പാർട്ട് 2 ആണ്. മാരക രോഗികൾക്ക് അന്തസ്സോടെ മരിക്കാൻ അനുവദിച്ചുകൊണ്ട് 2025 ജനുവരി 31 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി നടപ്പിലാക്കാൻ ഏത് സംസ്ഥാനമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്? കർണാടകയാണ് ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചത്. അഴിമതി വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് 2025 ജനുവരിയിൽ രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രി മിലോസ് വുസെവിക്കാണ്. 2024-25 സാമ്പത്തിക സർവേ പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ മൊത്ത ആഭ്യന്തര ഉൽപ്പാദന വളർച്ച എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? 6.3 മുതൽ 6.8% വരെയാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ ടേബിൾ ഉപ്പിന് പകരം ഏതുതരം ഉപ്പ് ഉപയോഗിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന 2025 ജനുവരി 26 ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. പൊട്ടാഷ്യം സമ്പുഷ്ടമാക്കിയ കുറഞ്ഞ സോഡിയം ഉപ്പ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് വിരമിച്ച ജഡ്ജിമാരെ സ്ഥാനമേൽക്കാൻ പ്രേരിപ്പിക്കാൻ അവകാശമുണ്ട്? ആർട്ടിക്കിൾ 224A പ്രകാരം. 2023-24 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റർക്കുള്ള BCCIയുടെ പോളി ഉമിഗ്രർ അവാർഡിന് പുരുഷ വിഭാഗത്തിൽ ആരെയാണ് തിരഞ്ഞെടുത്തത്? ജസ്പ്രീത് ബുംറ. 2022-25 കാലയളവിലെ ICC വുമൺസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ഓസ്ട്രേലിയയാണ്. നെയ്മറുമായി കരാർ ഒപ്പിടുന്ന ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബ്ബ് സാന്റോസ് ആണ്. 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 17 മിനിറ്റോളം കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യനാണ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പ്രശസ്ത സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ പ്രൊഫസർ KP ശങ്കരന്. മലപ്പുറം ജില്ലാ ഭരണകൂടം 2025 ആരംഭിച്ച ആരോഗ്യ പദ്ധതി ഏത്? ഹെൽത്തി പ്ലേറ്റ് പദ്ധതി. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ എന്നതാണ്. 2025 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ കയറ്റുമതി നിരോധിച്ച മരുന്നുകൾ ഏവ? ടാപെൻഡഡോൾ, കാരിസോപ്രോട്രോൾ എന്നിവയാണ്. ചൈനയിൽ കണ്ടെത്തിയ പുതിയ കൊറോണ വൈറസാണ് HKU5-CoV2 HKU5-CoV2 എന്നതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. ഇതിപ്പോൾ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്ത കുറച്ച് വിവരങ്ങളുടെ ഉൾപ്പെടുത്തിയതാണ്. ഇനി ബാക്കി മാസങ്ങളുടെ വീഡിയോകൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം മന്ത്ലി കംപ്ലീറ്റ് ആക്കിയ ശേഷം ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.